ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമായിട്ടോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലമായിട്ടോ ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമായിട്ടോ പ്രോഡക്റ്റ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇങ്ങനെ ഗുണനഫലമായിട്ട് നമുക്കൊരു സംഖ്യ തന്നാൽ അതിൽ നിന്ന് നമുക്ക് എത്ര പെട്ടെന്നാണ് ആ സംഖ്യകളെ കണ്ടുപിടിക്കാൻ പറ്റുക. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ഇത്ര എന്ന് തരുമ്പോൾ ആ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മളൊന്ന് പഠിപ്പിക്കുന്നത്. നമ്മളതിന് 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു മെത്തേഡുണ്ട്. അതല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ഈ സെക്ഷൻ ചെയ്യുന്നതിന് മുൻപ് പഠിക്കേണ്ടതായ സ്ക്വയേഴ്സാണിത്. 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സെങ്കിലും പഠിച്ചിരിക്കണം. ഇത് പഠിച്ച ശേഷം വേണം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പീഡ് കിട്ടും. അപ്പോൾ ഇത് 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സാണ് പഠിക്കണം. ചോദ്യം വായിക്കുക. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 240 ആയാൽ ഇതിൽ വലിയ സംഖ്യ ഏത്? അപ്പം നമ്മളിവിടെ ഇത് ഒറിജിനലായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ 10th സിലബസിൽ നമുക്കിതുണ്ട്. നമ്മുടെ 10th ടെക്സ്റ്റിൽ ഇത് കിടപ്പും. എങ്ങനെയാണ്? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് എന്ന് എടുക്കണം. രണ്ടാമത്തെ ആളെ x+1 എന്ന് എടുക്കണം. എണ്ണൽ സംഖ്യ നമ്മൾ ഒന്ന് കൂടി വരുന്നതായിട്ട് നമുക്കറിയാം. എന്നിട്ട് നമ്മളിങ്ങനെ ആദ്യ സംഖ്യ എക്സ് രണ്ടാമത്തെ സംഖ്യ x+1 കൂടെ ഗുണിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണനഫലം പ്രൊഡക്റ്റാണ് അത്ര 240 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ഓപ്പൺ ചെയ്ത് x × x എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. x² x × 1 x = 240 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ ഒന്നുകൂടെ x² എഴുതും, പ്ലസ് x എഴുതും. ഈ പ്ലസ് 240 കിട്ടുമ്പോൾ -240 = 0. ഇയാളെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇയാളെ സോൾവ് ചെയ്യണം. -b + or -√b² - 4ac / 2a എന്നുള്ള ഇക്വേഷൻ നമ്മൾ 10th സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ PSC ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള മെത്തേഡുകളൊന്നും ഉപയോഗിച്ചാൽ നമ്മുടെ സമയത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്? അപ്പോൾ അതിന് ഓർത്തിരിക്കണം. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഇവയുടെ ഗുണനഫലം പറയുമ്പോഴത്തേക്ക് നമ്മൾ അവ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുതന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 240 എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ 240 ആദ്യം എഴുതിയിടുക. 240 എന്ന് എഴുതിയിടുക. ഈ 240ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ ആരാന്ന് കണ്ടുപിടിക്കണം. പൂർണ്ണവർഗ്ഗങ്ങളെന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയറാണ് 100. അപ്പോൾ 100 ഒരു പൂർണ്ണവർഗ്ഗമാണ്. അപ്പോൾ 240ന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് പറയാനായിട്ട് വർഗ്ഗങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. 225 എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗ്ഗം 15ൻ്റെയാണ്. 256 എന്ന് പറയുന്ന മറ്റൊരു പൂർണ്ണവർഗ്ഗം 256 16ൻ്റെയാണ്. ഈ രണ്ടാളുകളുടെയും ഇടയ്ക്കാണ് 240. ഇനി അങ്ങനെ അല്ലാത്തവരൊന്നും നോക്കിക്കൊള്ളുക. ഞാൻ വർഗ്ഗങ്ങൾ സൈഡിൽ എഴുതാം. 10ൻ്റെ എത്രയാണ്? 100 എന്ന് പറയുന്ന ആൾ. പിന്നെ 11 ആകുമ്പോഴത്തേക്ക് 121, 12 ആകുമ്പോഴത്തേക്ക് 144, പിന്നെ 13 ആകുമ്പോഴത്തേക്ക് 169, 14 ആകുമ്പോഴത്തേക്ക് 196, 15 ആകുമ്പോൾ 225, 16 ആകുമ്പോഴത്തേക്ക് 256. അപ്പോൾ 225നും 256നും ഇടയിലാണ് നമ്മുടെ 240 വരുന്നത്. അപ്പോൾ 240ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗമായിട്ട് 225നെയും എടുക്കണം, 256നെയും എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 30 വരെയുള്ള വർഗ്ഗങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഇത് സ്പീഡ് കിട്ടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കുറേ സമയം എടുക്കും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗുണനഫലം നമ്മളൊന്നുകൂടെ പറയുന്നു. 240 എഴുതുക, ഗുണനഫലം എടുക്കുക. അതിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൂർണ്ണവർഗ്ഗങ്ങളെ നമ്മൾ എടുക്കണം. 240ന് അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ ആരൊക്കെയാണെന്നുണ്ടല്ലോ? 225ഉം 256. 225 എന്നുള്ളത് ആരുടെ പൂർണ്ണവർഗ്ഗമായിരുന്നു? 15ൻ്റെയാണ്. 256 എന്ന് വെച്ചാൽ 16ൻ്റെയാണ്. അപ്പോൾ നമ്മുടെ സംഖ്യകളാണ് കിട്ടിയത്. 15ഉം 16ഉമാണ് നമ്മുടെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ. ഗുണിക്കുമ്പോൾ 240 കിട്ടുന്ന തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ ആരൊക്കെയാണ്? 15ഉം 16ഉം. നമ്മുടെ ചോദ്യത്തിൽ ഇതിൽ വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. നമ്മുടെ വലിയ സംഖ്യ ആരാണ്? 16 ആണ്. ഇതേ 16 നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി നമ്മുടെ ആൻസറാണ്.
ഇങ്ങനെ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം, ഇരട്ട സംഖ്യകളുടെ ഗുണനഫലമൊക്കെ തരുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി സ്പീഡിൽ വേണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം വായിക്കുക. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 420 ആയാൽ തുക എന്ത്? ഇവിടെ നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ സെയിം ആശയം തന്നെയാണ് ഉപയോഗിക്കുക. 420 എഴുതുക. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഇവയുടെ പ്രോഡക്റ്റ് ഗുണനഫലമാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഗുണനഫലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൂർണ്ണവർഗ്ഗങ്ങളെ പറയണം. രണ്ടുപേരെയും പറയണമെന്നില്ല, ഏതെങ്കിലും ഒരാളെ പറഞ്ഞാലും മതി. ഇവിടെ നമുക്കിപ്പോൾ 420 ചെറുതായിട്ടുള്ളത് 400 420 വലുത് 441. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്താ? ഈ 400 എന്നുള്ളത് ആരുടെ വർഗ്ഗമൂലമാണ്? 20-ൻ്റെയാണ്. 20ൻ്റെ സ്ക്വയറാണ് 400. അപ്പോൾ 400ൻ്റെ വർഗ്ഗമൂലമാണ് ആര്? 20. ഇനി ഇപ്പുറത്ത് 441 എഴുതണ്ട. 20 കഴിഞ്ഞാൽ അപ്പുറത്ത് ആര് വരണം? 21. കാര്യം തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യയല്ലേ. അപ്പോൾ ഇവിടെ 20 വരുമ്പോൾ ഇപ്പുറത്ത് എന്ത് വന്നേ പറ്റുള്ളൂ? 21 വന്നേ പറ്റുള്ളൂ. അങ്ങനെ എടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇനി അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് മുഴുവനായിട്ട് എഴുതിയിട്ട് ഇവിടെ 400 ഇവിടെ 441 എന്ന് എഴുതിപ്പോയാലും തെറ്റില്ല. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? സംഖ്യകൾ നമുക്ക് 20, 21 കിട്ടി. അവയുടെ തുക എന്തെന്നാണ് ചോദ്യം. അപ്പോൾ എത്ര? 20 + 21, 41 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ് ഇത്. പ്രീവിയസ് LDC ക്വസ്റ്റ്യൻ ആണ്. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നുണ്ടോ? എങ്ങനെ ചോദ്യം ചോദിച്ചെങ്കിൽ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. അവിടെ ഗുണനഫലത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. പക്ഷെ ചെയ്തു വരുമ്പോൾ കണ്ടോണം എങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ചെയ്തെന്ന. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, 1 + 2 + 3 + etc. n. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എടുത്താൽ അല്ലേ നമ്മുടെ ഇക്വേഷൻ എത്ര? n × n + 1/2 എന്ന് കിട്ടും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? n × n + 1/2. ആ n × n + 1/2 ആണ് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 105 എന്ന് തന്നിരിക്കുന്നത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2. ആ n × n + 1/2 നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 105. ഇവിടെ വന്നിരിക്കുന്ന /2 നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടി? n × n + 1 എന്ന് പറഞ്ഞാൽ എത്ര? 105 × 2. അപ്പോൾ എത്ര കിട്ടും? 210 എന്ന് കിട്ടാം. ആരാണ് ഈ n × n + 1? നമുക്കറിയാം തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് n ഉം n + 1. ആദ്യ സംഖ്യ n ആണെങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? n + 1 ആയിരിക്കും. കാര്യം എണ്ണൽ സംഖ്യകൾ ഒന്ന് കൂടി പോകുന്നത് കൊണ്ട് n + 1 നമ്മൾ അടുത്ത സംഖ്യ പറയുക. ഇനി നോക്കിക്കേ, ആ n ഉം n + 1 കൂടെ ഗുണിച്ചതാണ് എത്ര? 210. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിലോട്ട് വന്നു. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എത്രയെന്നായിപ്പോൾ? 210 എന്ന ആശയത്തിലേക്ക് എത്തി. ഇനി ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറ. അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള സംഖ്യകൾ ആരൊക്കെയാണ്? അതിന് പൂർണ്ണവർഗ്ഗങ്ങൾ പറയണ്ടേ? 210 അപ്പുറത്തും ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ പറ. ആരൊക്കെയാണ്? 196. ഒരാളെ കിട്ടിയാൽ മതി. അപ്പോൾ 196 ആരുടെയാണ്? 14-ൻ്റെയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ആര് വരണം? 15 വരണം. 14ഉം 15ഉമാണ് സംഖ്യകൾ. എന്ന് വെച്ചാൽ n 14 n + 1 ആണ് 15. നമുക്ക് എത്ര സംഖ്യകളെന്നാണ് എന്ന് വെച്ചാൽ നമ്മളിവിടെ n എന്നുള്ള സംഖ്യ എടുത്തിരിക്കുന്നു. അപ്പോൾ n എത്രയാണ്? നമ്മുടെ 14 സംഖ്യകളെന്നാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഒരു പ്രീവിയസ് മോഡലാണ്. ചോദ്യം വായിക്കുക. ഒരു ചതുരത്തിൻ്റെ വീതിയും നീളവും തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളും പരപ്പളവ് 650 cm² ആയാൽ ചുറ്റളവ് എത്ര? ഇവിടെ ഒരു ചതുരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ചതുരം ഒന്ന് വരച്ച് വെക്കുകയാണ്. ഇയാളുടെ ഇതാണ് ലെങ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത്. ഇനി ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ
ലെങ്ത്ത്, ബ്രെഡ്ത്ത് എന്നിവ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. വീതിയും നീളവും തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. ഇനി പരപ്പളവ് 650. എന്താണ് ചതുരത്തിൻ്റെ പരപ്പളവ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ് പറയുക. ചതുരത്തിൻ്റെ പരപ്പളവ് ഇൻഡിക്കേഷൻ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണ് എത്ര? 650. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കാര്യത്തിൽ നമുക്കൊരു കാര്യം നമുക്ക് കൊണ്ടുവരാം. എന്താണ്? ഒരു ചതുരമാണ്, അതിൻ്റെ നീളവും വീതിയും തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. ആ രണ്ട് എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് 650 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിൽ ഒന്ന് നിന്നു. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമാണ് 650. അപ്പം നമുക്ക് ആ സംഖ്യകളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പൂർണ്ണവർഗ്ഗങ്ങളെ പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞാൽ മതി. 625 എന്ന് പറയുന്ന ആളെ കിട്ടി. തൊട്ടിപ്പുറത്തുള്ളത് അത് ആരുടെയാണ്? 25-ൻ്റെയാണ്. ഇത് 25 ആണെങ്കിൽ ഇപ്പുറത്ത് ആര് വരണം? 26 വരണം. അപ്പോൾ 25, 26 നമ്മുടെ സംഖ്യകൾ. കിട്ടിയോ? അതിൽ ചെറിയ ആളെയാണ് ബ്രെഡ്ത്ത് എന്ന് പറയുക, വലിയ ആളെ വേണം ലെങ്ത് എന്ന് പറയാം. ഇത്രയും കിട്ടിയാൽ നമ്മുടെ ചോദ്യം എന്താണ്? ചുറ്റളവ് എത്ര എന്നാണ്. ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു L പ്ലസ് ബി എന്നാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? 2 ഇൻറ്റു എല്ലും ബി ഇവിടെ ഉണ്ടല്ലോ. എത്രയൊക്കെയാണ്? 26, 25. 26ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 51 കിട്ടാം. 51 ഇൻറ്റു 2 102 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്തത് ഇതുപോലെ തന്നെ ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യനാണ്. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ചോദ്യം വായിച്ചേ. എയും ബിയും സുഹൃത്തുക്കളാണ്. എയേക്കാൾ 1 വയസ്സ് കുറവാണ് ബിക്ക്. ഇവരുടെ വയസ്സുകളുടെ ഇപ്പോഴത്തെ ഗുണനഫലം 132 ആയാൽ 5 വർഷം കഴിഞ്ഞ് എയ്ക്ക് എത്ര വയസ്സാകും? ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. എയേക്കാൾ 1 വയസ്സ് കുറവാണ് ബിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇവരുടെ വയസ്സുകൾ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. കാര്യം ഇപ്പം എയ്ക്ക് 25 വയസ്സുണ്ടെങ്കിൽ അയാളേക്കാൾ 1 വയസ്സ് കുറവാണ്. 24 ആർക്ക്? ബിക്ക്. എന്ന് പറയുമ്പോൾ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ 24, 25. അപ്പോൾ എപ്പോഴും അങ്ങനെ. ഞാൻ എക്സാമ്പിളായിട്ട് 25, 24 പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എയേക്കാൾ 1 വയസ്സ് കുറവാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളെന്ന് അവർ പറഞ്ഞിരിക്കുന്ന രീതിയാണത്. കണ്ടോ? ഇനി എന്താണ്? അപ്പോൾ എയും ബിയും അവരുടെ വയസ്സുകൾ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനിയാണ് പറഞ്ഞിരിക്കുന്ന അവരുടെ വയസ്സുകളുടെ ഗുണനഫലം എത്രയാണ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ആളുടെ വയസ്സും ബി എന്ന് പറയുന്ന ആളുടെ വയസ്സും തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നു? 132 കിട്ടുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നു? 132 കിട്ടുന്നു. അപ്പോൾ രണ്ട് കാര്യം കിട്ടി. എയും ബിയും അവരുടെ വയസ്സുകൾ എങ്ങനെയാണ്? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളാണ്. അവരുടെ ഗുണനഫലം 132 അവിടെ നമുക്ക് എന്ത് മനസ്സിലാകും? തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലമായിട്ടാണ് ആരെ തന്നിരിക്കുന്നത്? 132. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ ആരൊക്കെയാണ്? 121. അപ്പുറത്ത് 144 ഉണ്ട്. വേണ്ട, ഇത് 11 ഇപ്പുറത്ത് ആരാണ്? 12 ഇതിൽ ആരാണ് എ, ആരാണ് ബി? എയ്ക്കാണ് 1 വയസ്സ് കൂടുതൽ, ബിക്ക് 1 വയസ്സ് കുറവാണ് അല്ലേ? എയേക്കാൾ 1 വയസ്സ് കുറവാണ് ബിക്ക്. അപ്പോൾ ബി ആണ് ഈ വന്നിരിക്കുന്ന ആൾ, ഇത് എ ആണ്. അപ്പോൾ എയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 12 വയസ്സ് എയ്ക്കുണ്ട്. 5 വർഷം കഴിഞ്ഞ് എത്ര വയസ്സാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര? ഒരു 5 കൂടെ കൂട്ടിയാൽ പോരെ? 12 + 5 എത്ര വയസ്സായി? അപ്പോൾ എയ്ക്ക് എത്ര വയസ്സാകും? 5 വർഷം കഴിയുമ്പോൾ എയ്ക്ക് എത്ര വയസ്സാകും? 17 വയസ്സാകും. അടുത്തൊരു ചോദ്യം. അത് ഇതുപോലെയൊക്കെ തന്നെയാണെങ്കിൽ ഒരല്പം വ്യത്യാസമുണ്ട്. ചെയ്തൊക്കെ ഒരുപോലെ തന്നെയാണ്. ചോദ്യം വായിക്കുക. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 288 ആയാൽ ഇതിൽ ചെറിയ സംഖ്യ ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ എഴുതാൻ വേണ്ടി പോകുന്ന ആദ്യം നമ്മുടെ 288 നമുക്ക് എഴുതിയിടണം. 288. ഇവിടെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇരട്ട സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങൾ പറയണം. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇരട്ട സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങളെ പറയണം. ഇതിനിപ്പുറത്ത് ആരുണ്ട്? നമുക്കിപ്പോൾ 16 എന്ന് പറയുന്ന ആളുടെ വർഗ്ഗം 256 ഇരട്ട സംഖ്യയാണ്. ഉണ്ടോ?
256 എന്ന് പറയുന്ന ഒരു ഇരട്ട സംഖ്യയുടെ വർഗ്ഗമാണത്. മതി. അപ്പോൾ നമുക്ക് ഇയാൾ എത്രയാണ്? 16ൻ്റെ വർഗ്ഗമൂലമാണത്. ഉണ്ടോ? അപ്പോൾ തൊട്ടടുത്ത ഇരട്ട സംഖ്യ 16 കഴിഞ്ഞ ഇരട്ട സംഖ്യ ആരാ? 18 ആയിരിക്കും. അപ്പോൾ 16 എന്ന് പറയുന്ന ഇരട്ട സംഖ്യയും 18 എന്ന് പറയുന്ന ഇരട്ട സംഖ്യയും കൂടെ ഇൻഡു ചെയ്തപ്പോഴാണ് നമുക്ക് 258 കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതിൽ ചെറിയ സംഖ്യ ഏതെന്നാണ്? ചെറിയ സംഖ്യ ആരാണ്? 16 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ, ഇവിടെ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ നേരത്തെ അപ്പുറത്തിപ്പുറത്തുള്ള പൂർണ്ണവർഗ്ഗങ്ങൾ എടുത്തു. ഇവിടെ എന്ത് ചെയ്യണം? ഇരട്ട സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങൾ. ഏത് ഇരട്ട സംഖ്യയുടെ പൂർണ്ണവർഗ്ഗമാണ് അതിനപ്പുറത്തും ഇപ്പുറത്തുള്ള ഇരട്ട സംഖ്യകളായിട്ടുള്ള എടുക്കുക. ഒറ്റ സംഖ്യ എടുക്കരുത്. എടുത്താൽ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ തന്നെ അങ്ങനെ പോകുന്നെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഒറ്റ സംഖ്യയാണ് പറയുന്നതെങ്കിലോ ചോദ്യത്തിൽ ഒറ്റ സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങൾ എടുക്കണം. അപ്പോൾ ചോദ്യത്തിൽ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ 258 എഴുതി അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോഴുള്ള ഇരട്ട സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങൾ എടുക്കണം. എടുത്തു. എന്നിട്ട് അതിൻ്റെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ ആവും. അടുത്ത ഇതുപോലെ തന്നെ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളാണ് നമുക്ക് തരുന്നത്. നമുക്ക് ചോദ്യം വായിക്കാം. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 675 ആയാൽ സംഖ്യകളുടെ തുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേ 675 എഴുതിയിരണം. ഏത് സംഖ്യകളാണ്? ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമായതിനാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒറ്റ സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങളെ പറയണം. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാലും മതിയല്ലോ. 675 തൊട്ട് താഴെയായിട്ട് ആരുണ്ട്? 625 ഉണ്ട്. 625 ആരുടെയാണ്? 25ൻ്റെയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ഒറ്റ സംഖ്യ ആരായിരിക്കണം? 27. ഓഡ് നമ്പറാണ്. 25, 27. അപ്പോൾ തന്നിരിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമായതിനാൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒറ്റ സംഖ്യകളായ പൂർണ്ണവർഗ്ഗങ്ങളെ പറയണം. ഒരാളെ കിട്ടിയാലും മതി. നമ്മൾ പറഞ്ഞു 2 പേരെ എഴുതണമെങ്കിൽ 2 പേരെ എഴുതി ചെയ്യാം, തെറ്റില്ല. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 25ഉം 27ഉം. ഇനി സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദ്യം. 25 + 27 കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 52 എന്ന് കിട്ടാം. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച സെക്ഷൻ്റെ അകത്തുള്ള 3 ഹോംവർക്കുകളാണ്. അതിൻ്റെ ആൻസർ ഞാനവിടെ എഴുതിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ അകത്ത് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 156 ആയാൽ ഇതിൽ ചെറിയ സംഖ്യ ഏത്? അവിടെ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം 168 ആയാൽ ഇതിൽ ചെറിയ സംഖ്യ. അവിടെ ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം അഥവാ ഈവൻ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 195 ആയാൽ സംഖ്യകളേവ. അപ്പോൾ അത് ഒറ്റ സംഖ്യകളെക്കുറിച്ചാണ്, ഓഡ് നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കുക. ഞാനിത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ 30 വരെയുള്ള വർഗ്ഗങ്ങൾ നമ്മൾ എഴുതി തരുന്നതാണ്. ആ 30 വരെയുള്ള വർഗ്ഗങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ ഒന്നുകൂടെ ഇത് ചെയ്യാൻ. പൂർണ്ണമായ വർഗ്ഗങ്ങൾ അറിയാതെ കണ്ട് പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണ വർഗ്ഗങ്ങൾ അറിയാതെ ചെയ്താൽ ചിലപ്പോൾ സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. നമ്മളിപ്പോൾ പോർഷൻസ് ഉൾപ്പെടെ എല്ലാം കുറേയധികം ഇട്ട് വരികയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുത്തിട്ടേക്കുക. നോട്ടിഫിക്കേഷൻ കൊടുത്താലേ അത് ഞാനിടുന്ന വീഡിയോ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.